ഇപ്പോൾ പലരും വന്നിട്ട് ഗ്ലൂട്ടോത്തയനെ എതിർക്കുന്നവരുണ്ട് അല്ലേ? ഗ്ലൂട്ടോത്തയനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെളുപ്പിനെ പുഷപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ തന്നെ എന്നോട് സീക്രട്ടായിട്ട് വന്നിട്ട് ഗ്ലൂട്ടോത്തയൻ നല്ലതാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ എനിക്ക് ഗ്ലൂട്ടോത്തയൻ എഫക്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഗ്ലൂട്ടോത്തയൻ എഫക്റ്റ് ചെയ്യുമോ എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എനർജി വരുമായിരിക്കുക, ചിലപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക യങ്ങായി തോന്നിയതുപോലെ തോന്നിയേക്കാം, നിറം വെച്ചെന്ന് തോന്നില്ല. പക്ഷെ എനിക്ക് ചിലപ്പോൾ നിറം കൂടിയെന്നിരിക്കാം, ഞാൻ എനർജറ്റിക് ആവുന്നില്ല, ഞാൻ ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ ഓരോ ഡിഫറൻസ്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ അനാട്ടമി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് ശേഷമേ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഉലുവയുടെ ഒരു റെമഡി പറഞ്ഞിട്ടുണ്ട്. ആ റെമഡി പറയുമ്പോൾ അത് നമ്മൾ വീട്ടിൽ നമ്മളത് പരീക്ഷിച്ച് നോക്കി 1-2 ദിവസം നമ്മുടെ സ്കിൻ അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് ഇവിടെ എല്ലാവർക്കും ഈവൻ ഇൻക്ലൂഡിങ് മീ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരും അല്ലേ? പക്ഷെ ആ റിസൾട്ടിന് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കേ, നല്ല റിസൾട്ട് കിട്ടും.